ഹായ് ഓൾ ഓഫ് യു, എല്ലാവർക്കും ഈ CC സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ കുന്നമ്മൽ സബ് ജില്ലയുടെ KSPA എക്സാമാണ് നോക്കിയത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിയേ, ഇവിടെ ഒരു ചിത്രം ഉണ്ടല്ലേ. ഈ ചിത്രം കണ്ടാൽ നമുക്കറിയാം ഒരു പരീക്ഷണത്തിന്റെ ചിത്രമാണ്. AB 2 ബോട്ടിലുകളുണ്ട്, പിന്നെ മേലെ ബലൂണ് ഘടിപ്പിച്ചിട്ടുണ്ട്, ഫണല് വെള്ളം ഒഴിക്കുന്നു. ഇതിനെ രണ്ടിനെയും ഒരു കുഴൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് പരീക്ഷണമായിരിക്കും? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കാണുന്ന പരീക്ഷണമാണ്. അപ്പൊ നോക്കിയേ, AB എന്നീ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കുഴൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. A എന്ന ബോട്ടിലിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ബലൂൺ കെട്ടിവെച്ചിരിക്കുന്നു. B എന്ന ബോട്ടിലൂടെ വെള്ളം നിറയ്ക്കുന്നു. എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷണക്കുറിപ്പും നിഗമനവും എഴുതുക. ഇപ്പൊ ഇവിടെ നിരീക്ഷണക്കുറിപ്പും നിഗമനമാണ് എഴുതേണ്ടത്. എന്നാലും പരീക്ഷണക്കുറിപ്പാണ് നമുക്ക് സാധാരണ വരാറ്. അപ്പൊ പരീക്ഷണക്കുറിപ്പ് എഴുതുമ്പോൾ പരീക്ഷണത്തിന്റെ പേര് എഴുതുക. ലക്ഷ്യം എന്താണ്? ഇതില് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് എഴുതുക. അടുത്തത് സാമഗ്രികൾ എന്തൊക്കെയാണ്? 2 ബോട്ടിലുകൾ, ഒരു കുഴൽ, പിന്നെ ബലൂണ്, ഫണല്, ജഗ്, വെള്ളം. ഓക്കെ അല്ലേ? അടുത്തത് എന്ത് എഴുതണം? പരീക്ഷണക്രമം. 2 ബോട്ടിൽ എടുക്കുന്നു, ഒരു കുഴലുമായി ബന്ധിപ്പിക്കുന്നു, പിന്നെ അതിന് ഒരു കുപ്പിയുടെ മുകളിലായി ബലൂൺ വെക്കുന്നു. A എന്ന കുപ്പിയുടെ മുകളിൽ ബലൂൺ കെട്ടിവെക്കുന്നു. B എന്ന കുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുന്നു. ജഗ് ഉപയോഗിച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് നിരീക്ഷിച്ച കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ അതെന്തൊക്കെയാ നിരീക്ഷണക്കുറിപ്പിൽ എഴുതുക? വെള്ളം ഈ കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കും തോറും എന്താവും? B എന്ന കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ A എന്ന കുപ്പിയിൽ വെള്ളത്തിന്റെ ലെവൽ ഉയരുമ്പോൾ നമ്മൾ ബലൂണ് വീർത്ത് വരും അല്ലെ. ബലൂണ് വീർക്കുന്നതിന് കാരണം ഇവിടെയുള്ള വായു ബലൂണിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ബലൂണ് വീർക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എത്തിയ നിഗമനം എന്താണ്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ, ഇങ്ങനെയാണ് പരീക്ഷണക്കുറിപ്പ് എഴുതുന്നത്. അടുത്തത് പ്രസ്താവന വായിക്കുക. എന്തൊക്കെയാണ്? തെയ്യങ്ങളുടെ നാട്. ഏതാണ് തെയ്യങ്ങളുടെ നാട്? കണ്ണൂർ ജില്ലയാണ് അല്ലെ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. അടുത്തത് പടയണി കലാരൂപങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ ജില്ലകൾ ഓർമ്മ വരുന്നുണ്ട് അല്ലെ. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. സപ്തഭാഷാ സംഗമ ഭൂമി കാസർഗോഡ്. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ. നദികളുടെ നാട് കാസർഗോഡ്. ബേക്കൽ കോട്ട കാസർഗോഡ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ്? പത്തനംതിട്ട. കായലുകളുടെ നാട് ഏതാ? കായലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ അല്ലെ. പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ജില്ലയിൽ. അപ്പൊ ഇവിടെ ഒരു
എന്ത് തന്നിട്ടുണ്ട്? ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയില് നമ്മൾ ഏതൊക്കെ ജില്ലകളാണോ ഇപ്പൊ പറഞ്ഞത് അല്ലെ, 4 ജില്ലകൾ നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ 4 ജില്ലകളെ പേര് എഴുതുക. ഏതൊക്കെയായിരുന്നു അത്? ഏതൊക്കെയായിരുന്നു അത്? കണ്ണൂര്, പത്തനംതിട്ട, ആലപ്പുഴ, ആലപ്പുഴ, പിന്നെ കാസർഗോഡ് അല്ലെ. അങ്ങനെ 4 ജില്ലകളെ പേരും അതിലെ 3 പ്രത്യേകതകൾ വീതവും എടുത്തെഴുതുക. അപ്പൊ അതിന്റെ മാർക്ക് മുഴുവനായിട്ടും കിട്ടും. ഇത് പഠിച്ചും വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓരോന്നും ഏതാന്ന് ടീച്ചർ പറയാം. കണ്ണൂർ ജില്ലയിലുള്ളത് ഏതൊക്കെയാ? കണ്ണൂർ ജില്ലയിലെ വരേണ്ടത് തെയ്യങ്ങളുടെ നാട്. ഫസ്റ്റ് കണ്ണൂർ ജില്ലയാണ് എഴുതുന്നെങ്കിൽ ഫസ്റ്റിൽ വന്ന് തെയ്യങ്ങളുടെ നാട് എന്നല്ലേ, തെയ്യങ്ങളുടെ നാട്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ കണ്ണൂർ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. അടുത്തത് കണ്ണൂർ ജില്ലയിൽ വേറെന്താ ഉള്ളത്? പടയണിയല്ല, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അല്ല. ലാസ്റ്റ് നമ്മൾ കണ്ടിരുന്നു അല്ലെ, പയ്യാമ്പലം ബീച്ച്. അപ്പൊ ഇത് 3 കണ്ണൂർ ജില്ലയിൽ വരും. അടുത്തത് രണ്ടാമത്തെ എന്തായിരുന്നു? പടയണികൾ കലാരൂപം, അത് പത്തനംതിട്ട അല്ലെ. പിന്നെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനും പത്തനംതിട്ടയിലാണ് വരുന്നത്. ഇപ്പൊ രണ്ടാമത് അത് എഴുതുക. ആറന്മുള തിരുവല്ല റെയിൽവേ സ്റ്റേഷനായി. പിന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. അങ്ങനെ 3. ഓക്കെ, പിന്നെ നദികളുടെ നാട്, ബേക്കൽ കോട്ട, സപ്തഭാഷാ സംഗമ ഭൂമി. ഇത് 3 ഇതിൽ വരും? കാസർഗോഡ് ജില്ലയിൽ വരും. പിന്നെ ഏറ്റവും ചെറിയ ജില്ല, കായലുകളുടെ നാട്, നെഹ്റു ട്രോഫി വള്ളംകളി. ഇത് 3 ആലപ്പുഴയിലും വരും. അപ്പോഴേക്ക് കറക്റ്റ് ആയി. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള 2 ജില്ലകൾ ഏതെല്ലാം? തിരുവനന്തപുരം, കൊല്ലം അല്ലെ. ഏറ്റവും തെക്കുള്ള 2 ജില്ലകളാണ് ചോദിച്ചത്. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം എഴുതാം. കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഓക്കെ, താഴെ പറയുന്നവയിൽ ഉഭയജീവി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഉഭയജീവി അല്ലാത്തത് ആമ. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇപ്പൊ തെങ്ങ്, കവുങ്ങ്, മാവ്, മുളയാണ് തന്നത്. നമുക്കറിയാം മാവ് അല്ലെ. എന്തുകൊണ്ടാ മാവാകുന്നത്? മറ്റതൊക്കെ നാരുവേര് പടലാണ്, മാവ് തായ്വേരാണ്. ഓക്കെ, പ്രസ്താവന വായിക്കുക. എന്താ പ്രസ്താവന? അവിടെ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നാരുവേര് പോലുള്ള സസ്യങ്ങൾക്ക് സമാന്തര ശിരാവിന്യാസമാണ്. ശരിയാണല്ലേ. ബീജപത്ര സസ്യങ്ങൾക്ക് ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ജാലിക ശിരാവിന്യാസമാണ്. അപ്പൊ പ്രസ്താവന 2 ശരിയാണ്. നമ്മുടെ ആൻസർ പ്രസ്താവന 1 ശരി, 2 ശരി, സി ആണ് അല്ലെ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. EVS ഒക്കെ എളുപ്പം തന്നെയാ അല്ലെ. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് രണ്ടാമത് പുറത്തു വരുന്ന ഭാഗം ഒന്നാമത് ബീജമൂലാണെങ്കിൽ രണ്ടാമത് ബീജശീർഷം അല്ലേ? യെസ്. അടുത്തത് ജനുവരി 9 കറുത്ത വാവാണെങ്കിൽ വെളുത്ത വാവ് ഏത് ദിവസമായിരിക്കും?
14 ദിവസം കഴിയണം അല്ലെ. അപ്പൊ 9ഉം 14ഉം ആൻസർ എത്ര കിട്ടി? 23 എന്ന് കിട്ടും. ഓക്കെ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. അടുത്ത ചോദ്യം, തപ്പ് എന്ന വാദ്യോപകരണം ഉപയോഗിക്കുന്ന കലാരൂപം? പടയണി. ഏതാണ്? പടയണി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സ്വാതന്ത്ര്യ സമര ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് എഴുതേണ്ടത്. ഖാദി വർജിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക. ഏതാണ്? ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണിത്? നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട. നീളത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദി ഏത്? ഏതാണ് 3-ാം സ്ഥാനത്ത്? പമ്പയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് പരിസര പഠനത്തിലുള്ളത്. മാത്സ് കുറച്ചധികം ചെയ്യാനുണ്ട്. വൈകുന്നേരം നമുക്ക് നോക്കാം. അപ്പൊ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.